അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷിച്ച് കടന്നു വന്നിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൽ വന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ നാം ബൈബിൾ സ്റ്റഡിയോടുള്ള ബന്ധത്തിൽ ഇവിടെ നാം പ്രാർത്ഥനയോടെ ആയിരിക്കുകയായിരുന്നു. വിവിധ ഇടങ്ങളിൽ നിന്ന്, വിവിധ ടൈം സോണുകളിൽ നിന്നാണ് ഇന്ന് രാത്രി നമ്മൾ ഇവിടെ പ്രവേശിച്ചിരിക്കുന്ന ഈ സൂ പ്ലാറ്റ്ഫോമിൽ ദൈവത്തിന്റെ സാന്നിധ്യം നാം ഇതുവരെയും അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രി നാം ചില നിമിഷങ്ങൾ പാടി കർത്താവിനെ ആരാധിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിട്ടാണ് നമ്മുടെ ബൈബിൾ സ്റ്റഡി റോമാലേഖനത്തിന്റെ 7ാമത്തെ ക്ലാസ് ഇന്ന് ആരംഭിക്കുവാനായിട്ട് പോകുന്നത്. I would like to welcome everyone to this 7th class of the Bible study from the book of Romans. I would like to greet you and salute you in the matchless and powerful name of our Lord and Savior Jesus Christ. For all those who have joined from all different parts of the world, may the Lord bless us. Tonight, because of the limitation of the time, I'm not going to do a lot of introduction, but I would like to invite all of you to worship together with Pastor Stanley John. Pastor Stanley John is from Trivandrum, Kerala. He has joined us. Even before also he came to this Zoom meeting and worshiped with us, and he is a very anointed servant of God. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സ്റ്റാൻലി ജോണിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യവും നമ്മോടൊപ്പം വന്ന സൂം മീറ്റിംഗിൽ ആരാധന നയിച്ചിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തദാസൻ, അഭിഷക്തനാണ്. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസനെ ഈ കൂട്ടായ്മയിലേക്ക് വന്ദനം ചൊല്ലുന്നു, സ്വാഗതം അറിയിക്കുന്നു. ഈ രാത്രിയിൽ ചില നിമിഷങ്ങൾ കർത്താവിന്റെ ദാസനോട് ചേർന്ന് നമുക്ക് പാടി കർത്താവിനെ ആരാധിക്കാം. എല്ലാവരും ആരാധനയ്ക്കായിട്ട് ഒരുങ്ങിക്കാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ, ഒരുമിച്ച് പാടി കർത്താവിന് മഹത്വം കൊടുക്കാം. God bless you. Over to you, Pastor Stanley John. Praise the Lord. Praise Hallelujah. God. ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ? Yes, Pastor. കർത്താവിന്റെ ധന്യവും പരിശുദ്ധവുമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓസ്ട്രേലിയൻ പെന്തക്കോസ്റ്റൽ അസംബ്ലിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ബൈബിൾ ക്ലാസിൻ്റെ ഒരു ഭാഗമായി മാറുവാൻ എനിക്ക് കർത്താവ് ഒരു സൗഭാഗ്യം തന്നു. വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കൽ ഈ ക്ലാസ്സിന് പങ്കെടുത്തായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്ലാസ്സുകളാണ് പ്രിയ അഭിഷിക്ത ദേവദാസിൻ്റെ ക്ലാസ്സുകൾ. ഒരു പ്രാവശ്യം ഈ 2026 ഈ ബൈബിൾ ക്ലാസ്സിൻ്റെ നടുവിൽ കടന്നു വന്ന് കർത്താവിന് വേണ്ടി പാടുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ എനിക്കും തന്ന സാവകാശത്തെ ഓർത്ത് കർത്താവിന് ഞാൻ നന്ദി പറയുകയാണ്. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച പ്രിയ പ്രകാശ് ജേക്കബ് പാസ്റ്ററിനെ ഓർക്കുന്നു. തൻ്റെ ശുശ്രൂഷകളെയും എല്ലാം കർത്താവ് സമൃദ്ധമായി മാനിക്കട്ടെ എന്ന സമയത്ത് ഓർപ്പിക്കുന്നു. കടന്നു വന്ന ദൈവജനത്തെ ഓർക്കുന്നു. പ്രത്യേക പ്രിയ പാസ്റ്റർ സുമൻ ദൈവദാസൻ, അതുപോലെ സുനി ജോർജ്, ആമേൻ, ഇവർക്ക് രണ്ടുപേർക്കും പ്രത്യേകമുള്ള നന്ദി അറിയിക്കുകയാണ്. ബാക്കി എല്ലാവരും മറഞ്ഞിരിക്കുകയാണ്. കഴിയുമെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് വന്നാൽ വളരെ സന്തോഷമായിരിക്കും. സാഹചര്യം അനുവദിക്കുന്നുവെങ്കിൽ നിങ്ങൾ വീഡിയോകൾ ഓപ്പൺ ചെയ്യുക. പ്രത്യേകിച്ച് ഒരു കറുത്ത പ്രതലത്തിൽ നോക്കി പാടുക എന്നുള്ളതുപോലെ ഒരു റിസ്ക് വേറെ ഒന്നുമില്ല. എങ്കിലും ഞങ്ങൾ പാടാറുണ്ട്, സന്തോഷത്തോടെ ചെയ്യാറുണ്ട്. എങ്കിലും നിങ്ങളുടെ മുഖമൊക്കെ കണ്ടാൽ വളരെ സന്തോഷമായിരിക്കും. ഓരോ ദിവസവും കർത്താവ് ചെയ്ത ഉപകാരങ്ങളെയൊക്കെ ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുവാൻ നമുക്ക് തന്ന സാവകാശത്തെ ഓർക്കുമ്പോൾ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കണം. ആപത്തുകൾ നിറഞ്ഞ ഈ ലോകത്തിൽ ഞാനെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, 2025 ഓടിച്ചാടി നടന്ന എത്രയോ പേർ 2026 കാണാതിരിക്കുമ്പോൾ കൃപയാൽ കർത്താവ് നമ്മെ നിർത്തിയത് ഓർക്കുമ്പോൾ കർത്താവിനൊന്ന് സ്തുതിക്കാൻ കഴിയണം. ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുന്നത് പോലെ എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക. ഈ ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും മറന്നു പോകരുത്. അനേക രാജ്യങ്ങളിൽ ഇരുന്ന് ഈ സൂ പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിൻ്റെ വചനം പഠിക്കുവാൻ നമുക്കൊരവസരം കൂടി തന്നെങ്കിൽ പറയണം, ദൈവം ചെയ്ത ഉപകാരമാണ്. ഒന്ന് വാ തുറക്കാനോ ഒന്ന് ഹല്ലേലൂയ പറയാനോ പാടുവാനോ ഒക്കെ ദൈവം ഭാഗ്യമെങ്കിൽ പറയണം, ദൈവം ചെയ്ത ഉപകാരമാണ്. പ്രിയരെ, ഇന്ന് ഈ സമയത്ത് എനിക്കും അഭിഷിക്ത ദൈവദാസന്മാരോടൊത്ത് ദൈവജനത്തോട് എനിക്കിരിക്കുവാൻ ദൈവം ഒരു അവകാശം കൂടി തന്നെങ്കിൽ ഞാൻ വിളിച്ചു പറയും, എൻ്റെ ദൈവം എന്നോട് കാണിച്ച ഉപകാരമാണ്. എന്നെ നടത്തും ആ പൊന്നു കരമോ
ഓരോ നാളിലും അത് കൂറുകിയിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്. ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട് പ്രിയരെ? എന്നെ ഏത് സാഹചര്യത്തിലും എന്റെ നിലവിളിയെ ശ്രദ്ധിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. നിന്ദകളും പരിഹാസങ്ങളും ഒറ്റപ്പെടലുകളും പ്രതികൂലങ്ങളും പ്രതീക്ഷയില്ലാത്ത സമയത്ത് ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ ഒത്തുവന്നപ്പോൾ പ്രിയരെ, അവിടെയൊന്നും നമ്മെ തള്ളിക്കളയാത്ത ദൈവമാണ് എൻ്റെ ദൈവം. വചനം പറയുന്നു, ഒരു നാളും ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ലെന്ന്. ചേർന്ന് സന്തോഷത്തോടെ ഒന്ന് പാടി സ്തുതിക്കാമോ? ഓ ചേർന്ന് എന്നെ നടത്തും ആ പൊന്നുകരമോ ഒരു നാളിലും അത് കൂറുകിയിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നുകരമോ ഒരു നാളിലും അത് കൂറുകിയിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്. ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കാതെനിക്കുണ്ട്. ഒരു നാളും മന്ദമാകില്ല. ശബ്ദമുയർത്തി ഹല്ലേലൂയ പാടിടും. ആ ഭുജബലത്താൽ നടത്തിയതാൽ ഹല്ലേലൂയ പാടിടും. ആ സ്വരത്താൽ നയിച്ചതിനാ. ആശ്വാസമായി നമ്മുടെ കൂടെ നടന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. എന്നാൽ ആശ്വാസം വെച്ചവർ പലരും സാഹചര്യങ്ങൾക്കൊത്ത് നമ്മിൽ നിന്ന് അകന്നു പോകുമ്പോ, ഹല്ലേലൂയ, വചനം പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഞാൻ ഈ ബൈബിൾ സ്റ്റഡിയിൽ കയറിയിരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യം, നമുക്കൊക്കെ ഒത്തിരി തിരക്കുള്ളവരാ. ആമേൻ. ശകലം പോലും നമുക്ക് മാറ്റിവെക്കാൻ കഴിയത്തില്ല. പക്ഷേ ആ സമയത്തിൽ നിന്ന് മാറ്റിവെച്ച് ഇന്ന് ഈ സമയത്ത് ഈ ബൈബിൾ സ്റ്റഡിയിൽ കടന്നു വരാൻ കാരണമുണ്ട്. മനുഷ്യരിൽ ആശ്രയിച്ചപ്പോൾ ആ മനുഷ്യർ എന്നെ കൈവിട്ടു. എന്നാൽ ഈ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ എന്നെ കൈവിടാത്ത ഒരു നല്ല ദൈവമുണ്ട്. എന്നെ തള്ളിക്കളയാത്ത ഒരു നല്ല ദൈവമുണ്ട്. എനിക്ക് ആശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിലടയുകില്ല. എനിക്ക് ആശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിലടയുകില്ല. എൻ തല ചായ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂട് നൽകും യേശുവിൻ മാർവ്. ചേർന്ന് പറയാമോ? എൻ തല ചായ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂട് നൽകും യേശുവിൻ മാർവ്.
വാക്ക് പറയാൻ കഴിയും? അപ്പാ, എൻ്റെ മിടുക്കല്ല, എൻ്റെ ശ്രേഷ്ഠതയല്ല, എനിക്ക് പറയാവുന്ന കഴിവുകളൊന്നുമില്ല, എങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം എന്നെ ഇതുവരെ കൊണ്ടുവന്നു, ദൈവത്തിൻ്റെ കരുണ എന്നെ ഇതുവരെ കൊണ്ടുവന്നു. വീണു പോയപ്പോൾ വചനം പറയുന്നു, നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ ശക്തനായ ദൈവം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എൻ്റെ ബലഹീനതയിലും തികഞ്ഞു വരുന്ന ഒരു ദൈവസ്നേഹമുണ്ട്. നടത്തിയ വിധങ്ങളൊന്ന് ഓർത്ത് നോക്കിയ പ്രിയരെ, നമ്മുടെ മിടുക്ക് കൊണ്ടാണോ? വന്ന വഴികളൊന്ന് പുറകോട്ടിറങ്ങി ചിന്തിച്ചേ. മരണത്തെ വരെ നമ്മൾ അഭിമുഖീകരിച്ചവരല്ലേ? ഇനി മരണമാണോ എന്ന് ചിന്തിച്ചവരല്ലേ നമ്മളൊക്കെ? നാട്ടുകാരൻ പാടുന്നത് പോലെ, അഴലേറും ജീവിതമരുവിൽ അപ്പാ നീ തളരുകയോ ഇനി സഹജേ. 2026 എത്തിയപ്പോൾ ഒത്തിരി പേർ തളർന്നു പോയി പ്രിയരെ. ഒത്തിരി പേരുടെ കൃപകൾ നഷ്ടപ്പെട്ടു പോയി. കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിന് തൃശ്ശൂരിന്റെ ഭാഗത്തൊരു മീറ്റിങ്ങിന് കടന്നു പോകുമ്പോൾ വന്നിരിക്കുന്നവരെ കൊണ്ട് നമ്മൾ കൈയടിപ്പിക്കുകയാണ്. വന്നിരിക്കുന്നവരെ കൊണ്ട് സ്തോത്രം പറയിപ്പിക്കുകയാണ്. വന്നിരിക്കുന്നവരെ കൊണ്ട് ആത്മാവിൽ അന്യഭാഷ പറഞ്ഞ് ആരാധിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ഹല്ലേലൂയ, ആവശ്യമുണ്ടായിരുന്ന സമയത്ത് നമ്മൾ ദൈവത്തെ വിളിക്കുമായിരുന്നു. ഹല്ലേലൂയ. ദൈവം വചനം പറയുന്നു, ഈ ദൈവം നമ്മെ ഓർക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോൻ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ, അന്ത്യം വരെ വഴുതാതെ അവർ താങ്ങി നടത്തിയിടും. ഞാൻ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കയറുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു അത്ഭുതം തോന്നി. ഒത്തിരി സൂം പ്ലാറ്റ്ഫോമുകൾ ഞാൻ പാടിയിട്ടുണ്ട്, എന്നാൽ ആ സൂം പ്ലാറ്റ്ഫോമുകളൊന്നും ഇന്നില്ല. എല്ലാവരും അടുത്തു. എന്നാൽ കൃപയാൽ കർത്താവിന് ദാസന് കൊടുത്ത ദൈവത്തിൻ്റെ വെളിപ്പാട് ഓർക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അഴലേറും ജീവിതമരുവിൽ നീ തളർന്നു പോകരുത്. കാരണം നമ്മൾ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഏറ്റവും ഒറ്റപ്പെടലിന്റെ നടുവിലും നമ്മെ സഹായിപ്പാൻ ഇറങ്ങി വരുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് അല്പസമയം വാ തുറന്ന് ആ നല്ല ദൈവത്തെ പാടി സ്തുതിക്കാം. അഴലേറും ജീവിത മരുവിൽ നീ തളർന്നു പോകരുത്. സന്തോഷത്തോടെ
സഹജേ അഴലേറും ജീവിതമരുവ് നീ തളരുകയോ ഇനി ചേരോടു തന്ത്രങ്ങൾ ഓതിടുവാൻ ചാരന്മാരുണ്ട് അധികം സഹജേ ചുടുചോര ചിന്തേണ്ടി വന്നിടിലോ ചായല്ലേ ഈ ലോക കാമുകളിൽ ചേരോടു തന്ത്രങ്ങൾ ഓതിടുവാൻ ചാരന്മാരുണ്ട് അധികം സഹജേ ചുടുചോര ചിന്തേണ്ടി വന്നിടിലോ ചായല്ലേ ഈ ലോക കാമുകളിൽ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി നിന്നെ വിളിച്ചവൻ നയുള്ളോ കണ്ണിൽ മണി പോലെ കാത്തിടുമേ അന്ത്യം വരെ വഴുതാരയവൻ താങ്ങി നടത്തിടും പുനർതരത്താൽ നിന്നെ വിളിച്ചവൻ നയുള്ളോ കണ്ണിൽ മണി പോലെ കാത്തിടുമേ അന്ത്യം വരെ വഴുതാരയവൻ താങ്ങി നടത്തിടും പുനർതരത്താൽ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ അഴലേറും ജീവിത നീ തളർന്നു പോകരുത് നീ ഭാരപ്പെട്ടു പോകരുത് നീ ഭയപ്പെട്ടു പോകരുത് കാരണം നിന്നെ വിളിച്ചിറക്കിയ ഒരു ദൈവം കൂടെയുണ്ടെന്ന് ഹല്ലേലൂയ വചനം പറയുന്നു നീ ഭയപ്പെടേണ്ട നീ ഭ്രമിച്ചു പോകേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഓ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി ശവരവരവരം തോരം തേരകജേ അത്തവനം ശബ്ദോ രകജേ ഉടവാനാനം താരകജ രകജേ നിമിനിമിരത്തോ രകജ ശബ്ദോ അത്തവനവനം തോരം തേ ഹല്ലേലൂയ മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ കൂടെയുണ്ടെന്ന് വചനം പറയുന്നു വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണോ ഇന്ന് പകലിൽ അല്ലെങ്കിൽ ഈ സമയത്ത് കൂടി വന്ന ഈ കൂട്ടായ്മയിൽ എത്ര പേർക്ക് വിശ്വാസത്തോടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നുണ്ട് ഹല്ലേലൂയ വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ ബൈബിൾ സ്റ്റഡി ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ ശവരാജകനം തലവൗട്ടപരകജകരകജകരകജകരം ഗോ അർത്താന ശബ്ദേ ശവരവരേ ശവരകജേ ശവരാംദോ തവരാജകനം ദോരകജേ യേശുവേ ഈ നല്ല ദൈവത്തെ അടിമയെന്ന നാമത്തെ നീക്കിത്തന്ന ദൈവം അടിമയെന്ന നാമത്തെ നീക്കിത്തന്ന ദൈവം പുത്രത്വത്തിന് അവകാശികളാക്കി മാറ്റിയ ദൈവം ഈ ദൈവിക അനുഭവത്തെ രുചിച്ചറിഞ്ഞ ദൈവജനം വിളിച്ചു പറയാൻ കഴിയുന്നുണ്ടോ എന്നെ വിളിച്ച ദൈവം ഉണ്മയുള്ള ദൈവം ഹല്ലേലൂയ ആ കാൽവരി മുകളിലേക്കൊന്ന് നോക്കിയേ പ്രിയരെ ഗോൽഖത്തയുടെ ഹല്ലേലൂയ അകത്തളത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ ആമേൻ സ്വർഗത്തിലെ സകല മഹിമകളിൽ വെടിഞ്ഞ് താണ ഭൂമിയിൽ വേണ്ടി നമുക്ക് വേണ്ടി പകരക്കാരനായി തീർന്ന ഒരു ക്രിസ്തുവിനെ കാണാം പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ ഒന്ന് പറയാമോ പകരം എന്തു
പ്രിയരെ? ഈ ലോകത്തിൽ എന്ത് പകരമായി നൽകാൻ കഴിയും പ്രിയരെ? ഒരു ആരാധന മാത്രമാണോ? ഒരു സ്തോത്രം മാത്രമാണോ? ഒരു അന്യഭാഷ മാത്രമാണോ? ദൈവം ചെയ്ത ഉപകാരങ്ങൾ അതിൽ ഒതുക്കിക്കളയാൻ കഴിയുമോ? കാൽവരി മുകളിൽ തകർന്നു കിടക്കുന്ന ക്രിസ്തുവിന്റെ ശരീരത്തേക്കൊന്ന് നോക്കിയാൽ ഉഴവൻ ചാലുകൾ പോലെ ആ ശിരസിൽ നോക്കിയാൽ തലയിൽ മുൾമുടിയ തറച്ചു കയറ്റിയിരിക്കുകയാണ്. ചരിത്ര പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, ആ ശിരസിലടിച്ച മുള്ളിന്റെ മുൾക്കിരീടത്തിന്റെ ഒരു മുള്ളുകൊണ്ട് എന്റെ കർത്താവിന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു. പ്രിയരെ, നമുക്ക് വേണ്ടി ആയതുകൊണ്ട് കർത്താവിന് വേദനിച്ചില്ലെന്നേ. ഓ ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം, ശോകങ്ങൾ ഏറി വന്നാലും. ഒന്ന് പറയാമോ? വേണ്ടായി ലോക ഇன்பം പ്രിയനേ നീ മാറി. വേണ്ടായി ലോക ഇன்பം പ്രിയനേ നീ മാറി. എന്നും വാഴ്ത്തി പാടും ഞാൻ, എന്നും വാഴ്ത്തി പാടും ഞാൻ. ജൈസേ ഹിരിനി പാനി के लिए प्यासा में भीगूं तेरे लिए, तुझे ढूंढता हुआ, तुझे चाहता हुआ, मुझे खींच ले, मैं दौड़ूंगा. ले चल मुझे, ले चल मुझे, तू है जहां. വചനം പറയുന്നു, മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ എന്റെ ആത്മാവ് കാംക്ഷിക്കുന്നത് പോലെ. ഇന്ന് രാത്രിയിൽ അഭിഷിക്തരിലൂടെ വരുന്ന വചനങ്ങൾ കേൾക്കുമ്പോൾ ജീവിതത്തിൽ പ്രത്യാശ വർദ്ധിക്കട്ടെ, ജീവിതത്തിൽ ദൈവസ്നേഹം വർദ്ധിക്കട്ടെ. ആമേൻ. ഇത്രയും സമയം കൃപയാൽ ഈ ബൈബിൾ സ്റ്റഡിയിൽ കടന്നു വന്ന് എനിക്കും ഒരു പ്രാവശ്യം കൂടി പാടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. വളരെയധികം സന്തോഷം. ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച പ്രകാശ് പാസ്റ്ററിനെ ഓർക്കുന്നു. വലിയ സന്തോഷം. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രിയ ദേവദാസനെ പരിചയപ്പെടുവാൻ ഇടയായത്. പ്രിയ ദേവദാസനുള്ള ഒരു ആത്മീക ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ എനിക്ക് വളരെ സന്തോഷം. പ്രിയ ദേവദാസന്റെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ പാസ്റ്റർ ഉമേഷ്, അതുപോലെ പാസ്റ്റർ സുമൻ, അതുപോലെ സുനി ദേവദാസി, എല്ലാവർക്കും ഇത്രയും പേർക്ക് പ്രത്യേക നന്ദി. കടന്നു വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തുനിന്നുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഒരു റിക്വസ്റ്റും കൂടി പറയുന്നു. കൃപയാൽ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഫ്രീ ആകുന്നെങ്കിൽ കാണുക, ഷെയർ ചെയ്യുക. ഒത്തിരി പാട്ടുകൾ, പഴയതും പുതിയതുമായ ഗാനങ്ങൾ എല്ലാ ലാംഗ്വേജിലും, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ് എല്ലാ ലാംഗ്വേജിലും പാട്ടുകളുമുണ്ട്. നിങ്ങൾ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ പേര് എൻ്റെ പേര് തന്നെയാണ്, സ്റ്റാൻലി LJ. അല്പസമയം കൂടിപ്പോയി, എന്നോട് ക്ഷമിക്കുക. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ. Thank you, Pastor Stanley John. Wonderful worship. May God bless you. ദൈവം അങ്ങയുടെ ദാസനെ, കർത്താവിന്റെ ദാസനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Once again, I would like to welcome everybody and acknowledge the presence of all the pastors, Pastor Rennie George, Pastor Suman E.T. Abraham, Pastor James John, Pastor Martin Verghese, Pastor John Viswas, Pastor Ramu, Pastor Umesh from Gujarat, Pastor Stanley John, and Pastor John Thomas. All the pastors, we welcome you. All the brothers, sisters, welcome once again in the matchless name of our Lord and Savior Jesus Christ. I would like to request Pastor Umesh from Gujarat will pray for all of us now and for the ministry of the Word of God right now. Pastor Umesh, please unmute yourself and please pray. Thank you, Jesus. Yes, Pastor. Thank you, Father. Hallelujah. Thank you, Jesus. Glory to God. हे मेरे परमेश्वर पिता, खुदावन, हम तेरे हजूरी में आते हैं परमेश्वर पिता. प्रभु, आपने परमेश्वर पिता आराधना में प्रभु परमेश्वर पिता महिमा पाया. प्रभु, हम प्रार्थना करते हैं परमेश्वर पिता, अभी प्रभु तेरे दास के द्वारा प्रभु जो भी हम वचन सीखेंगे प्रभु परमेश्वर पिता, आप वचनों से महिमा पाए परमेश्वर पिता. पवित्र आत्मा प्रभु, आप हमें अगुवाही दीजिए
आपके अनुग्रह में हमें चलाए, ऐसे मेरी प्रार्थना है परमेश्वर पिता। दोपहर के समय प्रभु आपने फिर से एक बार तेरी महिमा करने के लिए प्रभु हमें अच्छा मौका दिया, अच्छा टाइमिंग दिया प्रभु, धन्यवाद करते हैं परमेश्वर पिता। प्रभु यहाँ पे हम जो भी सीखेंगे प्रभु तेरे महिमा के लिए इस्तेमाल होने पाए परमेश्वर पिता, ऐसे मेरी प्रार्थना है प्रभु। तेरे दास को परमेश्वर पिता हालेलुया, तेरे प्रभु स्वर्गीय अनुग्रह से आप भरकर परमेश्वर पिता, तेरी महिमा से भरकर परमेश्वर पिता आप हमारे लिए इस्तेमाल कीजिए, ऐसी मेरी प्रार्थना है परमेश्वर पिता। मैं प्रार्थना करता हूँ प्रभु एक ऑनलाइन से परमेश्वर पिता अच्छी तरह से हम सीख नहीं पाए प्रभु, और तेरी महिमा हमारे जीवन के द्वारा हो नहीं पाए परमेश्वर पिता। और प्रभु परमेश्वर पिता इस वचनों को सीखने के लिए प्रभु हमारे हृदय को आप खोल दीजिए परमेश्वर पिता, हमारे कानों को आप खोल दीजिए प्रभु, ताकि प्रभु परमेश्वर पिता तेरे वचन को प्रभु हम अच्छी तरह से सीख नहीं पाए प्रभु और तेरी महिमा कर नहीं पाए परमेश्वर पिता। हालेलुया प्रभु, आज की संगत को परमेश्वर पिता, आज की फेलोशिप को प्रभु हम तेरे हाथ में सौंप देते हैं परमेश्वर पिता। जितने प्रभु पास्टर मेरे भाई परमेश्वर पिता इस ऑनलाइन में प्रभु ज्वाइंट है परमेश्वर पिता, हम सबके लिए प्रार्थना करते हैं प्रभु आप सबके साथ प्रभु परमेश्वर पिता तेरे वचन को बांटे परमेश्वर पिता, समझने के लिए प्रभु सीखने के लिए पिता हमें पवित्र आत्मा आप हमें अगुवाई कीजिए, ऐसे मेरी प्रार्थना है परमेश्वर पिता। हमारे जीवन से प्रभु इस प्रार्थना संगत के द्वारा प्रभु बाइबल स्टडी के परमेश्वर पिता साथ है प्रभु, हालेलुया प्रभु आपको महिमा मिलने पाए परमेश्वर पिता, ऐसे मेरी प्रार्थना यीशु मसीह के नाम से मांगते हैं पिता, आमीन आमीन आमीन। Amen. Thank you, Pastor Umesh. Let us now meditate on the Word of God from the book of Romans, and this is the 7th class from the book of Romans, and we are still studying from chapter number 1. ഇത് റോമാലേഖനത്തിന്റെ 7ാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇപ്പോൾ ഇന്ന് ഇവിടെ നടക്കുന്നത്. ഈ 7ാമത്തെ ക്ലാസ്സിലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 1ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ്. The first chapter of the book of Romans is about mankind who fell from the presence of God into the sin. ദൈവത്തിൻ്റെതായ സാന്നിധ്യത്തിൽ നിന്ന് ദൈവം ആഗ്രഹിച്ച ഇടത്ത് നിന്ന് പാപത്തിലേക്ക് വഴുതി വീണ മനുഷ്യകുലത്തിന്റെ ചിത്രമാണ് ഈ 1ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. So there is a source of all these sins and wickedness, and because of that there is a depravity that happened to the mankind. ഈ ഇങ്ങനെയുള്ളതായ പാപത്തിന്റെ വഴികളിലേക്ക് നടക്കത്തക്ക നിലകളിൽ അതിനൊരു ഉത്ഭവസ്ഥാനമുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യരിങ്ങനെ പാപത്തിലേക്ക് വഴുതി വീണത്? പാപത്തിലേക്ക് വഴുതി വീഴുകയും അത് മുഖാന്തരമുള്ള അധഃപതനം, ഏതെല്ലാം നിലകളിൽ മനുഷ്യൻ അധഃപതനത്തിലേക്ക് കൂപ്പുകുത്തുവാൻ ഇടയായി തീർന്നു എന്നുമാണ് ഈ റോമാലേഖനം 1ാം അധ്യായം സവിസ്തരമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. And as a result of the depravation and also as a result of the sin, what happened to the mankind? They all became blind and away from the presence of God, and they also have got the punishment of God. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുക മാത്രമല്ല, ദൈവികമായി കുരുടന്മാരായി തീരുക മാത്രവുമല്ല, ദൈവിക ശിക്ഷാവിധിക്ക് ഈ മനുഷ്യൻ യോഗ്യനായി തീരുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിന് കാരണങ്ങൾ എന്തൊക്കെയാണ്? Why is that mankind became so much so that they are being punished by God? ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് യോഗ്യരായി തീരാനുള്ള കാരണം എന്താണ്? Number 1, first reason that we read and understand from the book of Romans chapter number 1 is that they have held down the truth of God in their unrighteousness, or in other words, they have suppressed the truth of God in their unrighteousness. ഒന്നാമത്തെ കാരണം മനുഷ്യന്റെ അനീതി കൊണ്ട് ദൈവത്തിന്റെ നീതിയെ തടഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. റോമാലേഖനം 1ാം അധ്യായത്തിന്റെ 18ാം വാക്യത്തിൽ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യന്റെ സകല അഭക്തിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്.
Romans chapter 1 verse 18 is clearly saying the people or the mankind who have suppressed the God's truth with their own understandings and own righteousness. God's justice has been suppressed. ദൈവത്തിന്റെ നീതി തടയപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. If is it possible to suppress God's righteousness or God's justice? ദൈവത്തിന്റെ നീതി തടയപ്പെടുവാൻ കഴിയുമോ? മനുഷ്യന് തടയുവാൻ കഴിയുമോ? And what is God's justice? എന്താണ് ദൈവത്തിന്റെ നീതി എന്നുള്ളത്? If you want to know what is God's justice and what's God's righteousness, I would encourage you to read from Acts of Apostles chapter number 17 verse number 30. ദൈവത്തിന്റെ നീതി എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നാം വായിക്കേണ്ട ഒരു വേദഭാഗം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യമാണ്. അതിങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. സോ ദൈവം മനുഷ്യരോട് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ നീതി എന്താണ്? ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നുള്ളതാണ്. God's justice, God's righteousness is nothing but what we read from Acts of Apostle chapter number 17 verse 30, and it reads like this: so having overlooked the times of ignorance, so God has overlooked the times of ignorance of the people, God is now proclaiming to the mankind that all people or every people everywhere to repent. എല്ലായിടത്തും എല്ലാവരും എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. Praise God. And secondly, why people are being punished by God? എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് മനുഷ്യൻ കാരണഭൂതനായി തീർന്നത്? രണ്ടാമത്തെ കാരണം, ദൈവത്തെ അറിയുന്നതിന് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു കൂട്ടമായി മനുഷ്യൻ അധപ്പതിച്ചു. So holding of the knowledge of God, man was no more interested to know about God. ദൈവത്തെ ദൈവമെന്ന് അറിയുക എന്നുള്ള കാര്യം മനുഷ്യൻ നിരാകരിച്ചു. ദൈവത്തെ അറിയുവാനും ദൈവിക വഴികളെ അറിയുവാനും താല്പര്യം ഇല്ലാതെയിരുന്നു. യെസ്, man has no interest to know about God and to know the ways of God and the desires of God. ദൈവത്തിന്റെ ആഗ്രഹം അറിയുവാൻ, ദൈവത്തിന്റെ ഹിതം അറിയുവാൻ, ദൈവത്തിന്റെ വഴികൾ അറിയുവാൻ അവർക്ക് താല്പര്യമാണ്. Let's read verse number 21 of the book of Romans chapter number 1. റോമാലേഖനം 1:21 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അവർ ദൈവത്തെ ഒരു കാലത്ത് അറിഞ്ഞവരായിരുന്നു, എന്നാൽ അവനെ ദൈവമെന്ന് ഓർക്കുവാനുള്ള മനസ്സ് കാണിക്കാതെ, അവനെ മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി തീർന്നു. So they were no more interested to glorify God or give thanks unto God, and they have become so disapproving of the knowledge of God in their heart. മൂന്നാമത്തെ കാര്യം, the third reason why they are being punished by God is not glorifying God, not worshiping God. ദൈവത്തെ ആരാധിക്കുവാനോ ദൈവത്തെ മഹത്വീകരിക്കുവാനോ നന്ദി പറയുവാനോ മനസ്സില്ലാത്തവരായി തീർന്നു. So see here, people can be punished by God for the reason that they're not giving thanks to God. ദൈവത്തിന് നന്ദി കൊടുക്കാതിരിക്കുന്നത് ദൈവിക ശിക്ഷാവിധിക്ക് കാരണമായി തീരുമെന്നുള്ള കാര്യം ഈ വാക്യത്തിലൂടെ മറന്നു പോകരുത്. That is what we read in chapter number 1 verse 21. The fourth reason, നാലാമത്തെ കാരണം,
Why they are being punished by God? എന്തുകൊണ്ട് മനുഷ്യൻ ദൈവത്തിന്റെ ശിക്ഷ വാങ്ങുന്നു എന്നുള്ളതിന്റെ കാരണം ദൈവത്തെ മറ്റൊന്നിനു വേണ്ടി മാറ്റിവെക്കുന്നു. They are exchanging God for something else. Exchanging God for something else. Read verse number 23. 23-ാമത്തെ വാക്യം വായിക്കൂ. അവിടെ ഇങ്ങനെ പറയുന്നു, അവർ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഈഴജാതി എന്നിവയുടെ രൂപ സാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. So they're exchanging the glory of God with those things, idols, and those who crawling animals, those who are the dying man and woman, all those things, they have exchanged the glory of God into the image of all these things. ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യനാക്കി കളഞ്ഞു, പക്ഷിയാക്കി കളഞ്ഞു. So why people are being punished? Why God wants to punish people? We know that God is love. God is full of love. At the same time, God would punish man if he is not honoring God's glory, but exchanging God's glory with something else. ദൈവത്തിന്റെ തേജസ്സിനെ മറ്റെന്തിനൊക്കെ വഴി മാറ്റിവെച്ചു കൊടുക്കുന്ന മനുഷ്യപ്രകൃതിയെ ദൈവം ശിക്ഷിക്കുന്ന ദൈവമാണ്. So those who reject the saving King proclaimed in the gospel now face the wrath of God. 1:18 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്ന രക്ഷിക്കുന്ന രാജാവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ നിരസിക്കുന്ന ആ മനുഷ്യൻ നേരിടുന്നത് ദൈവത്തിന്റെ കോപമാണ്. അവിടെയാണ് 1:18 പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. Also, Paul is comparing the wrath of God and his judging righteousness with the saving grace or saving righteousness of God. ദൈവത്തിന്റെ കോപം, ദൈവത്തിന്റെ ന്യായവിധി എന്നിവയെ പൗലോസ് ദൈവത്തിന്റെ രക്ഷ, ദൈവത്തിന്റെ നീതി എന്നിവയുമായിട്ട് ഇവിടെ ഒന്ന് കമ്പയർ ചെയ്യുന്നതായിട്ട്, ഒന്ന് താരതമ്യം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. The idol worshipping is an unrighteousness act that causes the truth about God to be suppressed, who has revealed himself in Jesus Christ. ഈ വിഗ്രഹാരാധന എന്ന് പറയുന്നത് അനീതി നിറഞ്ഞ, ദൈവിക ദൃഷ്ടിയിൽ അനീതി നിറഞ്ഞ ഒരു പ്രവൃത്തിയാണ്. യേശുക്രിസ്തുവിലൂടെ സ്നേഹം വെളിപ്പെടുത്തിയ പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള സത്യം അടിച്ചമർത്തപ്പെടുന്നത്, അതിനെ മറച്ചു കളയുന്നത്, ഹൈഡ് ചെയ്ത് കളയുന്നത് ഏതിലാണെന്നറിയാമോ? ദൈവത്തെ വിട്ട് മറ്റ് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് മനുഷ്യൻ ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് ദൈവത്തിന്റെ തേജസ്സിനെ മറച്ചു കളയുന്നത്, ഹൈഡ് ചെയ്യുന്നത്. When man is turning over to the idols and start worshipping the idols, what he is doing is he's suppressing and hiding the glorious glory of God, the loving grace of God, the salvation of Jesus Christ upon the cross. All this truth is being hidden and suppressed by the man who is doing the idolatrous worship. Sin always needs a victim. ഒരു കാര്യം നമ്മൾ ഓർക്കണം, പാപത്തിന് ഒരു മനുഷ്യന്റെ ആവശ്യമുണ്ട്. മനുഷ്യന് പാപം ആവശ്യമില്ല, പക്ഷെങ്കിൽ പാപത്തിന് ഒരു ഇരയെ ആവശ്യമുണ്ട്. Sin needs a victim. എന്തിനാണ് പാപത്തിന് ഒരു വിക്ടിമിനെ ആവശ്യമുള്ളത്, ഒരു ഇരയെ ആവശ്യമുള്ളത്, ഒരു മനുഷ്യനെ ആവശ്യമുള്ളത്? ബിക്കോസ് പാപം മനുഷ്യനെ
നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. Sin wants to destroy a person, and this is why sin needs a victim. Sin wants to make a person blind from the truth of God. Sin hides the truth of God from people and deprives one of the sense of God. പാപത്തിന് ഒരു ഇര ആവശ്യമാണ്. പാപം ഒരു മനുഷ്യനെ നശിപ്പിച്ചു കളയുന്നു, അന്ധനാക്കി കളയുന്നു ദൈവിക സത്യത്തിൽ നിന്ന്. പാപം ദൈവത്തിന്റെ ദൈവിക ബോധം, ദൈവിക സ്നേഹം എന്നിവയെ ഒരു മനുഷ്യനെ നഷ്ടമാക്കുന്നു. So those who are godless and unrighteous progressively and unendingly seek to suppress the truth of God, but their cause is lost because the realities of creation proclaim that God exists. ദൈവനിഷേധികളായിരിക്കുന്ന, വിഗ്രഹാരാധികളായിരിക്കുന്ന, അനീതി പ്രവർത്തിക്കുന്ന ഈ കൂട്ടർ സത്യത്തെ ക്രമേണ അടിച്ചമർത്തുകയാണ്, അതിനെ മറച്ചു കളയുകയാണ്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ദൈവിക സൃഷ്ടിയായിരിക്കുന്ന പ്രപഞ്ച സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതിന്റെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്ന, ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനുഷ്യൻ വിശ്വസിച്ചില്ലെങ്കിലും, മനുഷ്യൻ അതിനെ എത്ര അടിച്ചമർത്താൻ, ആ സത്യത്തെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും, പ്രപഞ്ച സത്യങ്ങളും സൃഷ്ടിയുമൊക്കെ അതിനെ രാവും പകലും വാക്കുകളും ഭാഷണവും കൂടാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, വാക്കുകളില്ല, ഭാഷണമില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിലെല്ലായിടത്തും അതിന്റെ അളവ് പോലും ഭൂതലത്തിന്റെ അറ്റത്തോളം അതിന്റെ അയനങ്ങളും ചെല്ലുന്നു. രാത്രിയും പകലുമില്ലാതെ, വാക്കുകളും ഭാഷണമില്ലാതെ ദൈവം സൃഷ്ടിച്ചതായ ഈ പ്രപഞ്ചം മുഴുവനും ദൈവിക സൃഷ്ടിയുടെ മഹാത്മ്യത്തെയും അതിന്റെ സൃഷ്ടിതാവിന്റെ മഹത്വത്തെയും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ ലോകത്തിലെ അല്പപ്രാണികളായ മനുഷ്യൻ ഇവിടെ നിന്ന് എത്ര പറഞ്ഞാലും, ദൈവമില്ലെന്ന് പറഞ്ഞാലും അത് ഈ പ്രപഞ്ചം സമ്മതിച്ചു കൊടുക്കുകയില്ല. പ്രപഞ്ചം ഇന്നും ഉത്സരം പറയുകയാണ്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. Glory to God. Hallelujah. This universe, the creation of God, is declaring the glory of God day and night without words. It is declaring it. So the man is trying to say there is no God, and trying to hide and suppress the glory of God. He is not going to succeed, because the universe is standing there declaring the glory of God. Amen. In the ancient Roman temples, there is a god called Jupiter. And the Jupiter is actually the king of all the gods. പുരാതന റോമൻ പൂജസ്ഥലങ്ങളിൽ, അവരുടെ ദൈവാലയങ്ങളിൽ ജുപ്പിറ്റർ എന്ന് പറയുന്ന ഒരു ദേവനുണ്ട്. ആ ദേവൻ മറ്റ് ദേവന്മാരുടെ എല്ലാം രാജാവാണ്. അങ്ങനെയാണ് അവര് വാഴിച്ചിരിക്കുന്നത്. But the power of that Jupiter, or the realm of the reign of Jupiter, is so limited. എന്നാൽ ഇത്ര വലിയ ദേവന്മാരുടെ രാജാവായിരിക്കുന്ന ജുപ്പിറ്റർ ആയിരുന്നിട്ടും, ഇത്ര വലിയ പദവി ഉണ്ടായിരുന്നിട്ടും, ജുപ്പിറ്ററിന്റെ ശക്തിയുടെ മണ്ഡലം എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. But on the contrary, God's reign is limitless. No created thing can legitimately deny the eternal power and divine nature of God. ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് പരിധിയില്ലാത്തതാണ്. യാതൊരു സൃഷ്ടിക്കും, യാതൊരു വസ്തുവിനും ദൈവത്തിന്റെ ശാശ്വതമായിരിക്കുന്ന ശക്തിയെയും ദൈവത്തിന്റെ ദിവ്യമായിരിക്കുന്ന സ്വഭാവത്തെയും അതിജീവിക്കുവാനോ ഓവർകം ചെയ്യാനോ അടിച്ചമർത്താനോ ഒരു കാരണവശാലും സാധ്യമല്ല.
In verse number 21, Paul is explaining that even though people have a knowledge of God through the things that he has made, they do not glorify or give thanks to God as he deserves. 21-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്, ദൈവം സൃഷ്ടിച്ച വസ്തുക്കളിലൂടെയൊക്കെ മനുഷ്യന് ദൈവത്തെക്കുറിച്ചുള്ള അല്പം അറിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും ദൈവം അർഹിക്കുന്ന, ദൈവത്തിന് അവകാശപ്പെട്ട ഒരു മഹത്വമുണ്ടല്ലോ, അതറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ നന്ദി പറയുകയോ ചെയ്യാത്ത മനുഷ്യനായിട്ട് അവൻ അധപ്പതിച്ചു പോയി എന്ന് പൗലോസ് ഇവിടെ വ്യക്തമാക്കുകയാണ്. ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ചിന്ത, the right thinking about God, makes the way for the proper worship of God. ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ചിന്തയാണ് ദൈവത്തെ ശരിയായി ആരാധിക്കുന്നതിന് വഴിയൊരുക്കുന്നത്. The right thinking about God is paving the way for the proper worship of God. ദൈവത്തെക്കുറിച്ചുള്ള നല്ല ചിന്തയില്ലെങ്കിൽ, ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ചിന്തയില്ലെങ്കിൽ ശരിയായി ആരാധിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല. When we think about God in the right manner, we are being prepared in a well manner to worship God in truth and spirit. Glory to God. ഒരു വശത്ത് ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ അഭിപ്രായങ്ങൾ, ഇഗ്നോറൻസ്, നിരാകരണങ്ങൾ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാത്ത അനുഭവങ്ങളാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്നതെങ്കിൽ അത് അവനെ എവിടെ കൊണ്ടെത്തിക്കുമെന്നറിയാമോ? ദൈവിക ആരാധനയിൽ നിന്ന് മാറ്റി വിഗ്രഹത്തിന്റെ ആരാധനയിലേക്ക് ദൈവത്തിൽ നിന്ന് അകറ്റി, ദൈവ തേജസ് നിന്ന് അകറ്റിക്കളയുമെന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. If a man is not able to give glory to God, understanding about God or thinking about God, that is not going to help him worshiping God, but it is going to help him to take him away from God over to the idol worshiping. Although we can explain this idol worshiping focusing on the idolatrous worship of the Gentiles, but the story here, Paul is talking about the story of Israel, who riddled with this type of rebellion. ഈ വിഗ്രഹാരാധന എന്ന് പൗലോസ് റോമാലേഖനത്തിൽ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത് റോമിലുള്ള വിഗ്രഹാരാധനയെ കുറിച്ചായിരിക്കും. പക്ഷെങ്കിൽ പൗലോസ് ഇത് അഡ്രസ് ചെയ്യുന്നത് റോമൻ സഭയിലുള്ള യഹൂദന്മാരെ കൂടെ ഉൾപ്പെടുത്തിയാണ്. യഹൂദന്മാർ എന്ത് ചെയ്യുന്നു? ഭൂരിപക്ഷം വരുന്ന യഹൂദന്മാർ എന്ത് ചെയ്യുന്നു? സത്യദൈവത്തെ ഉപേക്ഷിച്ചിട്ട് അവർ തങ്ങൾക്ക് ബോധിച്ചതായ ദേവന്മാരെ ആരാധിക്കുകയും പൂജാഗിരികളിൽ പോവുകയും ചെയ്യുന്നതായ ഒരു കാഴ്ച പഴയ നിയമത്തിലുടനീളം കണ്ട് അറിഞ്ഞ പൗലോസാണ് പറയുന്നത്, we are not talking about the idol worshipping of the Gentile people only. We are also talking about the idol worshipping of the God's own people. ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവരുടെ, ദൈവം വേർതിരിച്ച ഒരു കൂട്ടം ജനത പോലും എന്ത് ചെയ്യുന്നു? ദൈവത്തെ വിട്ട് വിഗ്രഹാരാധനയിലേക്ക് തിരിയുന്നു. അതിനെ കൂടെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഈ ദേവദാസൻ ഇവിടെ പറയുന്നത്. ഇന്ന് രാത്രിയിൽ സമയത്തിന്റെ കുറവ് മുഖാന്തരം ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുക. ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നാം ദൈവമക്കളാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഈ 25 ഡിവൈസുകൾ ഇപ്പോഴുണ്ട്, എല്ലാവരും ദൈവമക്കൾ തന്നെയാണ്. എന്നാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാൻ കഴിയാത്ത,
ദൈവത്തിന് കൊടുക്കേണ്ട ആദരവ് കൊടുക്കുവാൻ കഴിയാത്ത, ദൈവിക വഴികളെ കുറിച്ച് ചിന്തിക്കുവാൻ കഴിയാത്ത ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് നമ്മെ എത്തിക്കുന്നത് ദൈവത്തിൽ നിന്ന് അകറ്റി എവിടേക്ക് എത്തിക്കും? നമ്മുടെ ആ ലോകത്തിലേക്കും വിഗ്രഹങ്ങളിലേക്കും അത് നമ്മളെ എത്തിക്കുവാനിടയായിത്തീരും. ആസ് വി കൺക്ലൂഡ്, ലെറ്റ് മീ റിമൈൻഡ് യു, we are all God's children. We are all God's people. God has justified us and called us and made us God's people and God's children. But at the same time, if we are not able to think about God and give him glory and honor him and worship him, it is only going to end up in deprivation and also taking us away from God and worshiping God into the idol worshiping eventually. So let us be mindful, let us be careful, let us be spiritual, let us glorify God. ആമേൻ. നമുക്ക് പിന്നെയും ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിന്റെ നാമത്തിന് കൊടുക്കേണ്ട മഹത്വം നമുക്ക് കൊടുക്കാം. ദൈവത്തെ സ്നേഹിക്കേണ്ടതുപോലെ നമുക്ക് സ്നേഹിക്കാം. ദൈവത്തെ ദൈവമെന്നോർത്ത് അവന് മഹത്വം കൊടുക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്യാം. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ എല്ലാവരെയും ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കട്ടെ.